കാണുമ്പോൾ തന്നെ കൗതുകം തോന്നുന്ന ഈ കുഞ്ഞൻ പൊടി ഇഡ്ഡലികളും സാമ്പാറിൽ കുതിർന്ന് കിടക്കുന്ന ദോശയും വടയൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്യുവർ വെജ് സെഗ്മെന്റിൽ ഏകദേശം 35-ലധികം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദോശകളും ഇഡ്ഡലിയും വടയൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞ ഔട്ട്ലെറ്റ്. പ്യുവർ വെജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോവാവുന്ന എല്ലാ ടിപ്പിക്കൽ ഡിഷസും ഒഴിവാക്കിക്കോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഇവരുടെ മെയിൻ. ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോക്ക്ഡ് ഡിഷസിലാണ്. ഉദാഹരണത്തിന് സാമ്പാർ സോക്ക്ഡ് വട, രസം സോക്ക്ഡ് ദോശ, ക്രീമി ആലു സോക്ക്ഡ് ഇഡ്ഡലി, കേഡ് സോക്ക്ഡ് വട, ഇങ്ങനെയുള്ള നമുക്ക് അധികം കഴിക്കാൻ അവസരം കിട്ടാത്ത ഡിഷസ് ആണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൊടി ഇഡ്ഡലി ബൗളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഓരോ ഡിഷുകളും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരുടെ ഇൻഗ്രീഡിയൻസിന്റെ ഫ്രഷ്നെസ് തന്നെയാണ്. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന പോലെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം അതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫ്രഷ്നെസ് അത് ഇവരുടെ എല്ലാ ഡിഷസ് കഴിച്ചപ്പോഴും എനിക്ക് കിട്ടി. വെജ് ഷോ എന്നാണ് ഈ കഫേയുടെ പേര് വരുന്നത്. നമ്മൾ ആലുവ ബാങ്ക് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിക്ക് നജാത്ത് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ്. സോക്ഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസാല ദോശ കൂടി ട്രൈ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവരെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചായയും അടിപൊളിയാണ്. ഹോട്ട് ഡ്രിങ്ക്സിന് പുറമെ നിങ്ങൾക്ക് കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ 10 തൊട്ട് രാത്രി 10 വരെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെജോയിലേക്ക് ചെല്ലുക. പ്രൈസിങ് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വെജോ ചൂസ് ചെയ്യുക.